ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്നേഹിതരെ, ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനമായിരുന്നു. 1-ാം അധ്യായം 21-ാം വാക്യം. 1-ാം അധ്യായം 21-ാം വാക്യം. അതിങ്ങനെയാണ് പറഞ്ഞത്: ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. The Gospel of St. Matthew chapter 4 verse 4. അതിങ്ങനെയാണ് പറയുന്നത്, സുപരിചിതമായ ഒരു വചനം. മരുഭൂമിയിലെ പരീക്ഷ എന്ന ഭാഗത്ത് യേശു സാത്താനോട് പറയുന്ന വചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൻ, man shall not live by bread alone, but by every word that proceeds from the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ആത്മാക്കൾക്ക് വചനവും കൊണ്ട് ജീവിക്കാൻ ഒരവകാശമുണ്ട്. നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് നിങ്ങൾക്കുണ്ട്. എല്ലാ ദിവസവും നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നിലനിർത്താൻ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ഒരു പഴഞ്ചൊല്ലില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മുടെയൊക്കെ മുഖത്ത് പ്രതിഫലിക്കും നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ. നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ. നമ്മുടെ ആത്മാവിന് നിരന്തരം നാം വചനമാകുന്ന ഭക്ഷണം കൊടുത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും, എൻ്റെയും നിങ്ങളുടെയും മുഖത്ത് ദൈവിക ജീവൻ പ്രതിഫലിക്കും. അത് മറ്റുള്ളവർക്ക് കാണാനിടയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ദൈവവചനമായിരിക്കണം. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ഓരോ ദിവസവും ദൈവവചനത്തോടെ ആരംഭിച്ച് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക മാത്രമല്ല, ഒരു ദിവസത്തിൻ്റെ എല്ലാ ഉന്മേഷവും രാവിലെ മുതൽ ഞാനും നിങ്ങളുമൊക്കെ ഉറങ്ങാൻ പോകുന്ന നിമിഷം വരെ നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാ ദിവസവും നമുക്ക് വചനം വായിക്കാനും പഠിക്കാനുമായിട്ട് ഒരുപാട് വചന വേദികൾ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന ആ വായനാ പദ്ധതി. അതിലൂടെ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് മനസ്സിലാക്കുക, അത് വളരെ മനോഹരമായിട്ട് അപഗ്രഥിച്ച് നമുക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം. എല്ലാ ദിവസവും അത് വായിക്കുക, അത് കേൾക്കുക. അതോടൊപ്പം നമുക്ക് വായിക്കാനും സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ 1-ാം ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം, അത് ആദ്യം തൊട്ട് വായിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചാൽ ബൈബിൾ നന്നായിട്ടൊന്ന് പഠിക്കാനും കേൾക്കുവാനും നല്ലതാണ്. ഒപ്പം തന്നെ ഡെയിലി ബ്ലെസ്സിങ് എന്ന ബഹുമാനപ്പെട്ട വയലാമണ്ണിലച്ഛൻ്റെ ആ മനോഹരമായ വചന വിചിന്തനം, അതും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകും. വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. വായിക്കണം, പഠിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.